ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് AED എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. AED എന്ന് വെച്ചാൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ഇതാണ് സംഭവം. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഷോക്കൊക്കെ കൊടുക്കുന്ന ഉപയോഗിക്കില്ല. അതാണ് ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുമ്പോൾ വേറെ മാനുവലായിട്ടുള്ള ഡിഫിബ്രിലേറ്റർ ഉണ്ട്, പക്ഷേ ഇത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. അതെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. മെഡിക്കൽ പ്രൊഫഷണൽ മാത്രമല്ല, ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിവൈസാണിത്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ അത് റോഡ് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയില്ല. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാർഡിയക് അറസ്റ്റ് വന്നു, നമ്മൾ വഴിയിൽ പോകുമ്പോൾ ഒരാൾക്ക് കാർഡിയക് അറസ്റ്റ് അങ്ങനെ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ AED എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതാണ് ആ സംഭവം, മെഷീൻ. അതിനൊരു ബാറ്ററി ഉണ്ടാവും. ആ ബാറ്ററി നമ്മളിങ്ങനെ കണക്ട് ചെയ്യണം. ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പവർ ഓൺ ആയി. ഇവിടെ കണ്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പാഡാണ്. ഈ പാഡ് നമ്മൾ എവിടെ അറ്റാച്ച് ചെയ്യുക വെച്ചാൽ, ഒരു പാഡ് നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് അവിടെ അറ്റാച്ച് ചെയ്യുക, ഒരെണ്ണം ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ആയിട്ട് അറ്റാച്ച് ചെയ്യുക. ഈ പാഡിനൊരു വയറുണ്ടാവും. ഈ വയർ നമ്മൾ ഇതിനകത്ത് ഈ പോയിന്റ് ഉണ്ടാവും, അതിനകത്ത് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് അഡൽട്ടാണോ പീഡിയാട്രിക് ആണോ നമുക്ക് അറിയാൻ പറ്റും. ചെറിയ കുട്ടികളാണെങ്കിൽ ഇത് ഈ മോഡ് ആഡ് ചെയ്യുക, അഡൽട്ട് ആണെങ്കിൽ നമ്മൾ ഈ മോഡ് ആഡ് ചെയ്യാം. പിന്നെ ഇതിനകത്തൊരു ഷോക്ക് ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പേഷ്യൻ്റ് കാർഡിയക് അറസ്റ്റായി താഴ്ത്ത് വീണു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പേഷ്യൻ്റ് അറസ്റ്റായെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അയാളുടെ കവിളിൽ തട്ടി വിളിക്കുക, അയാളുടെ പേര് വിളിച്ചിട്ട് തട്ടി വിളിക്കുക. അപ്പോൾ അയാൾ റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, നമ്മൾ അയാളുടെ കഴുത്തിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, കഴുത്തിൻ്റെ ഇവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നോക്കാം. കൈ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു 10 സെക്കൻഡ് നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ബീറ്റ് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഞരമ്പ് ഇടിക്കില്ല, ഇവിടെ നമ്മൾ ഇടിക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് പോലെ ഉണ്ടോ എന്ന് നോക്കൂടെ. അതേ സമയം തന്നെ നമ്മൾ അയാളുടെ ചെസ്റ്റിലൊന്ന് നോക്കാം. ചെസ്റ്റിലിങ്ങനെ മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന്, ശ്വാസം എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബീറ്റ് ഇല്ല, ചെസ്റ്റിൽ മൂവ്മെൻറ്റ് ഇല്ല, ആൾക്ക് റെസ്പോൺസ് ഇല്ല എന്ന് വെച്ചാൽ അതിനർത്ഥം അയാൾക്ക് കാർഡിയക് അറസ്റ്റ് ആയി. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിന് തന്നെ നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിനെ സ്റ്റെർൺ എന്നാ പറയുക, അതിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ കൈ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ കാർഡിയക് കംപ്രഷൻ നമ്മൾ കൊടുക്കാം. അത് 30 ടൈംസ് കൊടുക്കണം. നമ്മൾ 30 ടൈംസ് കൊടുക്കുക. അതിന് ശേഷം 2 ബ്രീത്ത്, മൗത്ത് ടു മൗത്ത് ബ്രീത്തിങ് കൊടുക്കുക. അപ്പോൾ അതിനിടയിൽ നമുക്ക് AED കിട്ടിയെന്ന് വയ്ക്കാം നമ്മുടെ കയ്യിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് തന്നെ ഈ പാഡ് ഉണ്ടല്ലോ, പാഡ് ഒരെണ്ണം ഇവിടെ അറ്റാച്ച് ചെയ്യുക, ഒരെണ്ണം ഈ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്യുക. പിന്നെ അതിൻ്റെ വയറ് നമ്മൾ ഈ കാണുന്ന ഹോളിൽ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ, പവർ ബട്ടൺ അത് നമ്മളിങ്ങനെ ഓണാക്കാം. കണ്ടോ, പവർ ബട്ടൺ ഓണായി കഴിഞ്ഞാൽ ഈ ഇത് ഓട്ടോ മോഡാണത്. കണ്ടില്ലേ. അപ്പം നമ്മൾ ഈ പാഡ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ AED ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹാർട്ടിന്റെ റിതം മനസ്സിലാക്കും. മനസ്സിലാക്കുമ്പോൾ അപ്പം നമ്മുടെ ഹാർട്ടിന് പലതരത്തിലുള്ള റിതങ്ങളുണ്ട്. അപ്പോൾ ഈ VT VF വെൻട്രിക്കുലർ ടെക്കികാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ, അങ്ങനെ റിതങ്ങളുണ്ടെങ്കിൽ അത് ഷോക്കബിൾ റിതമാണ്. ആ റിതം ഉണ്ടെങ്കിൽ ഷോക്ക് കൊടുത്താൽ മാത്രമേ അത് നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചില റിതങ്ങളുണ്ട്, അത് ഷോക്ക് കൊടുത്താലും ഒരു ഉപകാരമൊന്നുമില്ല. അപ്പം അങ്ങനത്തെ സമയത്ത് AED ഒന്നും പറയില്ല. ഇപ്പോൾ ഷോക്കബിൾ ഇതാണെങ്കിൽ AED പറയും, ഷോക്ക് കൊടുക്കണമെന്ന് പറയും. അപ്പോൾ നമ്മൾ AED അസസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യൻറ്റിനെ തൊടാൻ പാടില്ല. അപ്പോൾ AED ഓട്ടോമാറ്റിക് അതിൻ്റെ റിതം മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരും ഷോക്ക് കൊടുക്കണോ വേണ്ടയോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റോട് നിന്ന് മാറി നിൽക്കുക, പേഷ്യൻ്റെ മേത്ത് തൊടാണ്ട് ഈ ബട്ടൺ ഉണ്ടല്ലോ, ഷോക്ക് ബട്ടൺ, അത് അമർത്താം. അത് അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഷോക്ക് കൊടുക്കും. AED ഷോക്ക് കൊടുത്തിട്ട് പിന്നെ പേഷ്യൻ്റ് നമ്മൾ ഉടനെ തന്നെ വീണ്ടും CPR നമ്മൾ സ്റ്റാർട്ടാവും 30.
അങ്ങനെ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. പേഷ്യൻറ്റ് നമ്മുടെ നോർമൽ രീതിക്ക് വരുന്നവരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ AD ഇതാണ് ഈ സംഭവം. ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടാവും, പിന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ പുറത്തും വഴിയരികളൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ അപ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചു. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.